അമ്മയുടെ മുലപ്പാലിലെ പോഷകാംശത്തെക്കുറിച്ച് ഞാൻ വിശദമായി പഠിച്ചപ്പോൾ എനിക്ക് രസകരമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ മനസ്സിലായി. അതായത് അമ്മയുടെ മുലപ്പാലിൽ 4 ഗ്രാം ഫാറ്റും കൊഴുപ്പും 4 ഗ്രാം കാർബോഹൈഡ്രേറ്റുമാണുള്ളത്. പ്രോട്ടീൻ കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് ഇതേ ഒരു കോമ്പിനേഷൻ ഇല്ല? അതായത് 1:1 1 ഗ്രാം ഫാറ്റിന് 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് എന്നുള്ള കോമ്പിനേഷൻ എന്തുകൊണ്ട് എൻ്റെ രോഗികൾ ട്രൈ ചെയ്തുകൂടാ? ഞാൻ ഈ ഒരു കോമ്പിനേഷൻ എൻ്റെ പേഷ്യൻസിന്, എൻ്റെ ഹോസ്പിറ്റലിൽ വന്ന രോഗികൾക്ക് ഞാൻ ട്രൈ ചെയ്യുകയും അത്ഭുതകരമായിട്ടുള്ള മാറ്റം എനിക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചു. അതിൽ ഏറ്റവും പെട്ടെന്ന് ഞാൻ മാറ്റം ശ്രദ്ധിച്ചത് അവിടെ രക്തത്തിലെ പഞ്ചസാരയുടെ ലെവലിലാണ്. അതുപോലെ തന്നെ PCOD ഉള്ള ആൾക്കാർ 3 മാസം ഫോളോ ചെയ്തപ്പോൾ വളരെയധികം മാറ്റമുണ്ടായി. പല ആൾക്കാർക്ക് 100% റിക്കവർ ചെയ്യാൻ സാധിച്ചു. അമിതവണ്ണമുള്ളവരുടെ അമിതവണ്ണം കുറഞ്ഞു. ട്രൈഗ്ലിസറൈഡ്, കൊളസ്ട്രോൾ അല്ല, ട്രൈഗ്ലിസറൈഡ് കൂടിയ ട്രൈഗ്ലിസറൈഡ് കുറയുകയും ചെയ്തു. എന്താണ് ഞാൻ ചെയ്തത്? 1:1. അതായത് അമ്മയുടെ മുലപ്പാലിൽ 1 ഗ്രാം കൊഴുപ്പിന് 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ആണ് ഉള്ളത്. പക്ഷേ നമ്മുടെ എല്ലാം മോഡേൺ ഡയറ്റിൽ ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ, ഒരു കേരളക്കാരൻ്റെ ഭക്ഷണത്തിൽ ഒരു 10 ഗ്രാം കാർബ് കഴിക്കുമ്പോൾ 1 ഗ്രാം കൊഴുപ്പാണ് നമ്മൾ കൺസ്യൂം ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിനെ ചെറുതായിട്ടൊന്ന് ഞാൻ മാറ്റി 1:1. അതായത് 100 ഗ്രാം കാർബോഹൈഡ്രേറ്റിന് 100 ഗ്രാം ഫാറ്റാണ് ഞാൻ എൻ്റെ രോഗികൾക്ക് റെക്കമെൻഡ് ചെയ്യുകയും അവരിൽ അവിശ്വസനീയമായിട്ടുള്ള മാറ്റമാണ് എനിക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചത്. ഇനി പ്രമേഹ രോഗമുള്ള നിങ്ങൾക്ക് അല്ലെങ്കിൽ PCOD ഉള്ളവർക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിക്കോ. 100 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഒരു ദിവസം, 100 ഗ്രാം ഫാറ്റാണ് അതിന് കോമ്പിനേഷനായിട്ട് ഞാൻ കൊടുക്കാറുള്ളത്. പ്രോട്ടീൻ ഒരു 50 ഗ്രാം മുതൽ 60 ഗ്രാം വരെ. അപ്പോൾ നമുക്ക് ഏകദേശം പറയാം 100 ഗ്രാം ഫാറ്റ് പെർ ഡേ, 100 ഗ്രാം ഫാറ്റ് കൊഴുപ്പ് ഒരു ദിവസം, 100 ഗ്രാം കാർബോഹൈഡ്രേറ്റ്, ഒരു 50 മുതൽ 60 ഗ്രാം വരെ പ്രോട്ടീൻ. ഈ ഒരു കോമ്പിനേഷനാണ് ഞാനിപ്പം പല രോഗികൾക്കും ട്രൈ ചെയ്തിട്ടുള്ളത്. പല തരത്തിലുള്ള ഡയറ്ററി പ്രോട്ടോക്കോളുണ്ട്. നമുക്കൊരു ഡയറ്റ് തന്നെ നല്ലതെന്ന് പറയാൻ സാധിക്കത്തില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടായിരുന്നു, VFC, വെജിറ്റബിളും ഫാറ്റും കാർബും അടങ്ങിയിട്ടുള്ള ഒരു ഡയറ്റ് ഞാൻ പറഞ്ഞു. ചില ആൾക്കാർക്ക് 0 കാർബ് ഡയറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അതെല്ലാം അവരുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പല കോമ്പിനേഷനുള്ള ഡയറ്റുകളുണ്ട്. അതെല്ലാം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, അതിനെല്ലാം ഓരോ രീതിയിലുള്ള ബെനിഫിറ്റാണ് ഉള്ളത്. പക്ഷേ ഈ ഒരു ഡയറ്റ് ഞാൻ വളരെ എഫക്റ്റീവായിട്ട് ഞാൻ കണ്ടു. പിന്നെ പ്രാക്ടിക്കലി മോർ അഡോപ്റ്റബിൾ, വളരെ ഈസിയാണ് നമുക്ക് ഈ ഒരു ഡയറ്ററി പ്രോട്ടോക്കോൾ ഫോളോ ചെയ്യാൻ വേണ്ടി. അതായത് 100 ഗ്രാം കാർബോഹൈഡ്രേറ്റ്, 100 ഗ്രാം ഫാറ്റ്, 50 മുതൽ 60 ഗ്രാം വരെ പ്രോട്ടീൻ പെർ ഡേ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം. 100 ഗ്രാം ഫാറ്റ് കഴിക്കുന്നത് മോശമല്ലെന്ന് എല്ലാവരോട് ചോദിക്കാറുണ്ട്. ഫാറ്റ് ഒരിക്കലും ഒരു മോശം വസ്തുവല്ല. അതുകൊണ്ടാണ് അമ്മയുടെ മുലപ്പാലിൽ 60% കാലോറി വരുന്നത് ഫാറ്റിൽ നിന്നാണ്, കൊഴുപ്പിൽ നിന്നാണ്. 4 ഗ്രാം 100 ml അമ്മയുടെ മുലപ്പാലിലുള്ളത് 4 ഗ്രാം ഫാറ്റാണ്. അതായത് 100 ml അമ്മയുടെ മുലപ്പാലിലുള്ളത് 4 ഗ്രാം കൊഴുപ്പാണ്. അപ്പോൾ 1 ഗ്രാം കൊഴുപ്പിൽ 9 കാലോറിയാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ 4 × 9 എന്ന് പറയുമ്പോൾ 36 കാലോറി അമ്മയുടെ മുലപ്പാലിൽ വരുന്നത് കൊഴുപ്പിൽ നിന്നാണ്. 4 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ആണ് അമ്മയുടെ മുലപ്പാലിലുള്ളത്. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് 4 കാലോറിയാണ് തരുന്നത്. അപ്പം ഏകദേശം 16 കാലോറി വരുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. പ്രോട്ടീനിൽ നിന്ന് വെറും 5 കാലോറിയാണ് അമ്മയുടെ മുലപ്പാലിലുള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, അമ്മയുടെ മുലപ്പാലിലെ 62% മുതൽ 70% കാലോറി ഡിറൈവ് ചെയ്യുന്നത് ഫാറ്റിൽ നിന്നാണ്, ഷുഗറിൽ നിന്നോ കാർബോഹൈഡ്രേറ്റിൽ നിന്നല്ല. അപ്പോൾ ഫാറ്റ് ഒരു അമേസിങ് മോളിക്യൂളാണ്. നമ്മുടെ തലച്ചോറുണ്ടാക്കിയിരിക്കുന്നത് കൊഴുപ്പാണ്. കോശത്തിൻ്റെ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് കൊഴുപ്പ് വെച്ചിട്ടാണ്. നമ്മുടെ പല ഹോർമോൺസും, ടെസ്റ്റോസ്റ്റിറോണും വൈറ്റമിൻ ഡിയും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് കൊളസ്ട്രോൾ വെച്ചിട്ടാണ്. അപ്പോൾ ഫാറ്റും കൊഴുപ്പും ഒരിക്കലും ഒരു മോശക്കാരനല്ല. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു ഒറ്റമൂലി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് കുറച്ച് കൊഴുപ്പിൻ്റെ അംശം മാക്സിമം ഡയറ്റിലേക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ 100 ഗ്രാം 50 ഗ്രാം പ്രോട്ടീൻ, 100 ഗ്രാം കാർബ്, 100 ഗ്രാം ഫാറ്റ്, 50 ഗ്രാം പ്രോട്ടീൻ. ഇന്ന് ശരാശരി ഭാരതീയൻ്റെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ഒരു ശരാശരി മലയാളിയുടെ ഭക്ഷണത്തിൽ 400 ഗ്രാമാണ് കാർബ് കഴിക്കുന്നത്. ഫാറ്റ് വെറും 50 ഗ്രാമിൽ താഴെ മാത്രമേ വരുന്നുള്ളൂ. പ്രോട്ടീൻ ഒരു 20 ഗ്രാം മുതൽ 30 ഗ്രാം വരെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. ഇതിനെയാണ് ഞാൻ മോഡിഫൈ ചെയ്തത്. 400 ഗ്രാം കാർബിനെ ഞാൻ എത്രയാക്കി കുറച്ചു? 100 ഗ്രാം കാർബാക്കി കുറച്ചു. ഫാറ്റിനെ 100 ഗ്രാമായിട്ട് വർദ്ധിപ്പിച്ചു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ, എങ്ങനെ ഈ 100 ഗ്രാം ഫാറ്റ് ഒരാൾക്ക് നമ്മുടെ ഒരു സാധാരണ ഭക്ഷണത്തിൽ ലഭിക്കും? ഉദാഹരണം പറയുവാണെങ്കിൽ 50 ഗ്രാം നട്ട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് അത് ബദാമാകാം, കശുവണ്ടിയാകാം, ഇനി അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിലക്കടലയാകാം. അതായത് 50 ഗ്രാം ഈ നട്ട്സുകളിൽ, നിലക്കടയിലും അണ്ടിപ്പരിപ്പിലെല്ലാം ഏകദേശം 20 ഗ്രാം കൊഴുപ്പുണ്ട്. ഇനി ഒരു ദിവസം ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ 20 ഗ്രാം ഫാറ്റ് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ എത്രയും
അണ്ടിപ്പരിപ്പിൽ നിന്നും നട്ട്സിൽ നിന്നും 20 ഗ്രാം, വെളിച്ചെണ്ണയിൽ നിന്ന് ഒരു 20 ഗ്രാം നമുക്ക് ലഭിച്ചു. ഇനി ഒരു അര തേങ്ങ ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരു ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം 25 ഗ്രാം മുതൽ 30 ഗ്രാം വരെ ഫാറ്റ് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ എത്രയായി? അപ്പോൾ 30, 20 + 20 ഏകദേശം 70 ഗ്രാം ഫാറ്റ് നമുക്ക് ലഭിച്ചു. അതുപോലെ തന്നെ ഈ ഒരു ഡയറ്റിൽ ഒരു 3 ടീസ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഒരു 15 ഗ്രാം കൂടെ കിട്ടി. അപ്പോൾ ഒരു 85 ഗ്രാം ഫാറ്റ് നമുക്കായി. ഒരു 200 ml പാൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം 8 ഗ്രാം ഫാറ്റ് ലഭിക്കുന്നു. അതിൻ്റെ ഒപ്പം നമ്മൾ ചിക്കനും ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ വീണ്ടും ഒരു 8 ഗ്രാം കിട്ടുന്നു. അപ്പോൾ ടോട്ടൽ 100 ഗ്രാം ഫാറ്റായി. നമുക്ക് ഒരിക്കൽ കൂടെ കാണാം. അതായത് നട്ട്സ് ഉപയോഗിച്ചപ്പോൾ 20 ഗ്രാം ഫാറ്റ് ലഭിച്ചു. വെളിച്ചെണ്ണ 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ചപ്പോൾ വീണ്ടും ഒരു 20, അപ്പോൾ 40 ഗ്രാമായി. ഒരു അരമുറി തേങ്ങ ഉപയോഗിച്ചപ്പോൾ വീണ്ടും ഒരു 30 ഗ്രാം, അപ്പോൾ 70 ഗ്രാം ഫാറ്റായി നമുക്ക് ലഭിച്ചത്. പിന്നെ നെയ്യ് ഉപയോഗിച്ചപ്പോൾ ഒരു 2-3 ടീസ്പൂൺ നെയ്യ് ഉപയോഗിച്ചപ്പോൾ 85 ഗ്രാം ഫാറ്റ് നമുക്ക് ലഭിച്ചു. ഒരു കപ്പ് പാല് 200 ml പാൽ ഉപയോഗിച്ചാൽ വീണ്ടും ഒരു 7 ഗ്രാം കിട്ടി. പിന്നെ ഇറച്ചിയിൽ നിന്നും മുട്ടയിൽ നിന്നും എല്ലാം കൂടെ കൂടിയിട്ട് വീണ്ടും ഒരു 10 ഗ്രാം ഫാറ്റ് കിട്ടുന്നു. അപ്പോൾ 100 ഗ്രാം ഫാറ്റ് ഇവിടെ ലഭ്യമായി. അപ്പോൾ ഈ 100 ഗ്രാം കാർബിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു പൊറോട്ട ഉണ്ടാക്കാൻ 50 ഗ്രാം കാർബാണ് നമുക്ക് ആവശ്യം വരുന്നത്. ഒരു ചപ്പാത്തിക്ക്, ഒരു ചെറിയൊരു മീഡിയം സൈസ് ചപ്പാത്തി ഏകദേശം 1 കിലോ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്കൊരു 30 ചപ്പാത്തി ഉണ്ടാക്കാം. അതായത് ഒരു 30 ഗ്രാം വരും ഒരു ചപ്പാത്തിയിലേക്കുള്ള കാർബോഹൈഡ്രേറ്റ്. പുട്ടാണെങ്കിൽ ഏകദേശം 1 കിലോ പുട്ടിൻ്റെ പൊടിയും കൊണ്ട് ഒരു 4 കുറ്റി, 3 മുതൽ 4 കുറ്റി വരെ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു കഷ്ണം പുട്ടിൽ 100 ഗ്രാം കാർബോഹൈഡ്രേറ്റ് വന്നു. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ 100 ഗ്രാം കാർബോഹൈഡ്രേറ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഉച്ചയ്ക്കത്തെ ചോറ് എടുക്കുകയാണെങ്കിൽ ഞാൻ പറയാറുള്ളത് ടേബിൾ സ്പൂൺ ഉണ്ടല്ലോ, വലിയ ടേബിൾ സ്പൂൺ, ആ ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ അരിയിലുള്ള ചോറാണ് ഉണ്ടാക്കേണ്ടത്. അല്ലെങ്കിൽ രാത്രിയിലാണെങ്കിൽ 2 ടേബിൾ സ്പൂണിലുള്ള അരിയിലുള്ള ചോറാണ് കഴിക്കേണ്ടത്. അല്ലെങ്കിൽ റവയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 30 ഗ്രാമാണ് 2 ടേബിൾ സ്പൂണിൽ നിന്ന് ലഭിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ വെച്ച് 100 ഗ്രാം കാർബ്, 100 ഗ്രാം ഫാറ്റ്, പ്രോട്ടീൻ ഒരു 50-60 ഗ്രാം പ്രോട്ടീൻ എന്നുള്ള കോമ്പിനേഷനിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ആഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാര കൺട്രോളിലേക്ക് വരും. 3 മാസം കഴിഞ്ഞിട്ട് HbA1c ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് കൂടുതലുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 3 മാസത്തിന് ശേഷം ട്രൈഗ്ലിസറൈഡ് ചെക്ക് ചെയ്ത് നോക്കുക. യൂട്രസിൻ മുഴയുള്ളവർ, PCOD ഉള്ളവർ ഡെഫിനറ്റായിട്ട് ഈ ഒരു ട്രിക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ഇത് ഹെൽപ്ഫുള്ളാണ്. ഞാനിത് കാരണം എൻ്റെ 100 കണക്കിന് രോഗികളിൽ ഞാൻ ട്രൈ ചെയ്ത ഒരു ഡയറ്റാണ്. ഇനി എൻ്റെ ഡയറ്റ് പറയുകയാണെങ്കിൽ 100 ഗ്രാം കാർബ് ഞാൻ കഴിക്കാറില്ല ഒരു ദിവസം. എൻ്റെ ഡയറ്റ് ഞാനൊരു 100 ഗ്രാം ഫാറ്റും പ്രോട്ടീൻ 100 ഗ്രാമുമാണ് ഞാൻ കഴിക്കാറുള്ളത്. അതായത് എൻ്റെ ബോഡി വെയ്റ്റ് 75 കിലോയാണ്. എൻ്റെ ബോഡി വെയ്റ്റ് ഞാൻ 1.5 ഗ്രാം പെർ kg ബോഡി വെയ്റ്റിന് 1.5 ഗ്രാം പ്രോട്ടീനാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. റെക്കമെൻഡേഷൻ ഹെൽത്ത് ഏജൻസീസിക്കാർ റെക്കമെൻഡ് ചെയ്യുന്നത് 1 kg ബോഡി വെയ്റ്റിന്, അതായത് 70 കിലോ ഉള്ള ഒരു വ്യക്തി 70 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ ഞാനത് കുറച്ചും കൂടെ കൂടുതലാണ് പ്രോട്ടീൻ ഉപയോഗിക്കാറുള്ളത്. കാർബോഹൈഡ്രേറ്റ് വളരെ കുറവാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. എൻ്റെ കൂടുതൽ കാർബ്സും ഞാൻ ഉപയോഗിക്കുന്നത് ചോറിൽ നിന്നോ ധാന്യങ്ങളിൽ നിന്നോ അല്ല, ഫ്രൂട്ട്സിൽ നിന്നാണ് എൻ്റെ കാർബോഹൈഡ്രേറ്റ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് എനിക്ക് വളരെയധികം ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കൊളസ്ട്രോളും എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പാരാമീറ്റേഴ്സും ഞാൻ കൺട്രോൾ ചെയ്ത് ഈ ഒരു ഡയറ്ററി പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ്. താങ്ക് യു വെരി മച്ച്.